നമസ്കാരം സുഹൃത്തുക്കളെ, കട്ടൻ ചായ 161 അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലക്ഷ്മി വെൽക്കംസ് യു. നിങ്ങളുടെ സഹായ സഹകരണങ്ങളിൽ വളരെയധികം നന്ദിയും സന്തോഷവുമുണ്ട്. നിങ്ങളുടെ സഹായത്താൽ എനിക്ക് കിട്ടിയ സബ്സ്ക്രൈബേഴ്സ് 4441 പേരാണ്. 4441 പേര്. ഓൾ സബ്സ്ക്രൈബേഴ്സ് ആർ വെൽക്കംഡ് ടു ദിസ് പ്രോഗ്രാം. ഒരു കപ്പ് കട്ടൻ ചായ ഉണ്ടാക്കാം. അതിനായി വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്: ഇഞ്ചി, കറുവാപ്പട്ട, ഏലയ്ക്ക, തേയില, മധുരം, വെള്ളം. ലെറ്റ് us സ്റ്റാർട്ട്. അടുക്കളയിലേക്ക് പോകാം. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതിൻ്റെ അടുക്കളയിൽ ചായ ഉണ്ടാക്കുന്ന സെക്ഷനാണ്. കട്ടൻ ചായയുടെ ഒരു സെക്ഷനാണ് ഇപ്പോൾ അത് ആ അടുക്കളയുടെ ഒരു കോർണറിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ നിങ്ങളിപ്പോൾ കാണുന്നത് സ്റ്റൗവും ഇൻഡക്ഷൻ കുക്കറും പാത്രങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി ഇതൊന്ന് ഒരു മൊത്തത്തിൽ കാണിച്ചതിന് ശേഷം കാണിക്കാം. അപ്പോൾ നമ്മളതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വീണ്ടും എത്തിയിരിക്കുകയാണ്. ആദ്യം കാണുന്ന ഈ ഐറ്റം ഷുഗർ ഫ്രീ സ്വീറ്റ്നറാണ്, അതായത് പഞ്ചസാര രഹിത മധുരം. നെക്സ്റ്റ് ഐറ്റം ഈസ് ചായ ഇല, തേയില, ലിപ്ടൺ കമ്പനിയുടെ ഡാർജിലിംഗ് എന്ന് പറയുന്ന ബ്രാൻഡിലുള്ള ലോങ് ലീഫ് ടീ. നെക്സ്റ്റ് ഐറ്റം ഈസ് ഇഞ്ചി, ജിഞ്ചർ, ഇഞ്ചി അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്നു. നെക്സ്റ്റ് ഐറ്റം ഏലക്കായും അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്നു. നെക്സ്റ്റ് ഐറ്റം കറുവാപ്പട്ടയാണ്, അതിൻ്റെ പൊടിയുണ്ട്. സിനമൻ പൗഡർ എന്ന് പറഞ്ഞ് പൊടി വന്നിട്ടുണ്ട്, അതാണ് ഉപയോഗിക്കുന്നത്. ഇത് നമ്മുടെ കപ്പ്. നെക്സ്റ്റ് ഐറ്റം വെള്ളമാണ്. ഇന്ന് വെള്ളം ഗ്ലാസ്സിൽ 2 ഗ്ലാസ് വെള്ളം ഇതിൽ ഒഴിച്ച് വെച്ചിരിക്കുകയാണ്. നമ്മുടെ ഫിൽറ്ററിങ് യൂണിറ്റിൻ്റെ കപ്പാണ്, അതിലൊഴിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് നമ്മുടെ അരിപ്പയും സ്പൂണും ഗ്ലാസ്സിൻ്റെ അടുത്ത് വെച്ചിരിക്കുന്നു. ഇത് ഒരു പുതിയ ചെരുവനെ ഇതിനായിട്ടൊന്ന് വാങ്ങി, അതാണ് ഒരു സന്തോഷ വാർത്ത എന്നുള്ളത്. അതായത് ഇത്രയും നാൾ നമ്മളുണ്ടാക്കിയ ചെരുവനുകളൊക്കെ പഴയതായിപ്പോയി. ഇത് ഇൻഡക്ഷൻ കുക്കർ ഓൺ ചെയ്യുന്നു. 60 ഇപ്പോൾ അതിൻ്റെ റീഡിങ് കാണിക്കുന്നത്. 60-ൽ നിന്ന് അത് 58 വരെ ആയിരിക്കും നമ്മുടെ ഈ കുക്കിങ്ങിൻ്റെ പരിപാടികൾ. വെള്ളം എടുത്ത് ഇതിലേക്ക് ഒഴിച്ചു. അതിലേക്ക് ഇഞ്ചി ഇട്ടു. ഏലക്ക ഇട്ടു. കറുവാപ്പട്ടയുടെ പൊടി ഇട്ടു. സ്വല്പം ഇട്ടാൽ മതി. അപ്പം നമ്മുടെ ഏലക്ക, ഇഞ്ചി, കറുവാപ്പട്ട 3 ഐറ്റം ഇട്ട് ഇനി ബാക്കിയുള്ളത് അവിടെ ഇരിക്കട്ടെ, നമുക്ക് പിന്നീട് ഇടാം. ഇനി വെള്ളം തിളപ്പിക്കുന്ന വരെ 2 മിനിറ്റ് സമയമുണ്ട്. ആ 2 മിനിറ്റ് സമയത്തേക്ക് നിങ്ങളോട് എനിക്ക് സംസാരിക്കാനുള്ളത് ഞാൻ സംസാരിക്കുകയാണ്. ഈ പ്രോഗ്രാം 20/7/2024 ഡെയിലി ബ്ലെസ്സിങ്ങിനെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. ഇന്ന് അവതരിപ്പിക്കുന്ന കട്ടൻ ചായ 161. കൃത്യമായി അന്നന്ന് നടക്കുന്ന ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ കട്ടൻ ചായ അന്നന്ന് തന്നെ അവതരിപ്പിക്കണമെന്ന് കരുതിയാണ് ഈ പ്രോഗ്രാം തുടങ്ങിയത്. ഡെയിലി ബ്ലെസ്സിങ് എന്നത് ഫാദർ മാത്യു വൈരാമണ്ണിൽ അച്ഛൻ നടത്തുന്ന എല്ലാ ദിവസവും രാവിലെ 5:30 മണിക്ക് നടത്തുന്ന വചന പ്രഘോഷണ പരമ്പര കണ്ടതിന് ശേഷം അതിൽ പ്രതിപാദിക്കുന്ന വചനം ഉദ്ധരിച്ചുകൊണ്ടാണ് കട്ടൻ ചായ എന്ന പരമ്പര നടത്തുന്നത്. അതിനാൽ അത് അന്നന്ന് തന്നെ നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. എങ്കിലും വീട്ടിൽ വരുന്ന അപ്രതീക്ഷിത ജോലികൾ നിമിത്തം ഇടയ്ക്കിടയ്ക്ക് ഈ പ്രോഗ്രാം മുടങ്ങിപ്പോയി. ദൈവാനുഗ്രഹം കൊണ്ട് ഇപ്പോൾ ഈ പരമ്പര തടസ്സമില്ലാതെ ചെയ്യുവാൻ കഴിയുന്നു. വെള്ളം തിളയ്ക്കാറായി. അതിൻ്റെ റീഡിങ് ഇപ്പോൾ 59-ൽ നിന്ന് 58-ലേക്ക് വരും. വെള്ളം തിളയ്ക്കുന്നു. ഇനി നമ്മൾ ഇതിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് തേയില ഇടണം. 2 മിനിറ്റ് മതി ഇതിൻ്റെ ഈ മൊത്തം പരിപാടിയെ. അപ്പോൾ തേയില ഇട്ടതിന് ശേഷം അത് മൂടി വയ്ക്കണം. അത് കമ്പനിയുടെ എഴുതി തന്നിട്ടുള്ളൊരു നിയമമാണ്. ഇത് മൂടി വെച്ചതിന് ശേഷം നമ്മളിത് 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് വെച്ചുകൊണ്ടിരിക്കണം. ഇത് കാണിക്കുന്നത് ഷുഗർ ഫ്രീ സ്വീറ്റ്നർ നമ്മൾ ആ പാത്രത്തിലേക്ക് ഇടുകയാണ്. അതായത് അരിച്ചൊഴിക്കേണ്ട പാത്രത്തിലേക്ക് 2 സ്പൂൺ ഇട്ടു. കുഞ്ഞ് സ്പൂൺ ഇട്ടാൽ 2 സ്പൂണ്, വലിയ സ്പൂണ് പഞ്ചസാര. അത് 2 ഗ്ലാസ് ചായക്ക് എന്തേലും പഞ്ചസാര വേണം, അത്രയും പഞ്ചസാരയുടെ ഈക്വലൻ്റ് പൊടിയാണ് ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നത്. അത് നമ്മുടെ ഫിൽറ്ററിങ് സിസ്റ്റമാണ്. അതിൻ്റെ അത് വെള്ളം കലയായി കഴിഞ്ഞപ്പോൾ അത് യൂസ് ചെയ്യാമല്ലോ. ഇപ്പം നമുക്കിത് ചൂടുള്ളതുകൊണ്ട് അത് പിടിക്കാനായിട്ട് അതിനൊരു ചിമിട്ടി കൊണ്ട് പിടിച്ചു. നന്നായിട്ട് നല്ല 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാനിത് എടുത്തത് കേട്ടോ.
5 മിനിറ്റ് ഇരുന്നുകൊണ്ട് നല്ല കടുപ്പമുള്ളത് നല്ല അതായത് ബ്ലാക്ക് നല്ല കട്ടൻ കാപ്പിയാണ്, കട്ടൻ ചായ. അപ്പോൾ അതിൻ്റെ സ്മെല്ലും ഭയങ്കരമാണ്. അതായത് നല്ല ഇഞ്ചി, ഏലക്ക, കറുവാപ്പട്ട 3 കൂടി കൂടുമ്പോൾ ചായ മസാല എന്ന് പറയുന്ന ആ ചായ, അതായത് മസാല ചായയുടെ മണം നന്നായിട്ട് കിട്ടും. ഇപ്പോൾ അതിൻ്റെ കളർ നോക്കി, നന്നായിട്ട് കളറ് നല്ല ഡാർക്ക് കളറായിട്ടുണ്ട്. അതായത് 5 മിനിറ്റ് വെച്ചുകൊണ്ടിരുന്നുകൊണ്ടാണ് കളർ അത്ര ഇറങ്ങിയത്. അതായത് ബ്രൂ ചെയ്യുക എന്നതിനെ പറയുന്നത്. ഇത് നമ്മൾ ഭക്തി ആദരവോടുകൂടി നമ്മൾ ഈ നമ്മുടെ പ്രാർത്ഥനാ ടേബിളിലേക്ക് കൊണ്ടുവരിക്കണം. പ്രാർത്ഥനാ ടേബിൾ അതിനായിട്ട് സജ്ജീകരിച്ചിരിക്കുന്നതാണ്. അതിലേക്ക് ചായ അവിടെ കൊണ്ടുവച്ചു. ഇനി നമ്മൾ ബൈബിൾ എടുത്തുകൊണ്ട് വരും. ബൈബിൾ വളരെ ആദരവോടു കൂടിയാണ്. അതായത് ഇതിനകത്ത് യാതൊരു വിട്ടുവീഴ്ചയില്ലാതെ ആദരവ്, ഭക്തി, ബഹുമാനം ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഈ ബൈബിളിൽ നമുക്ക് ഫാദർ മാത്യു വൈരാമണ്ണിൽ അച്ഛൻ തരുന്ന വചനം, അതായത് 20/7/24 തന്ന വചനമാണ്. ആ വചനം ആണ് ഇപ്പം നമ്മളതിൻ്റെ ആ പ്രോഗ്രാമിൻ്റെ സ്ക്രീൻഷോട്ടാണ് കാണിക്കുന്നത്. വചനം സംഖ്യയുടെ പുസ്തകം 27-ാം അധ്യായത്തിൽ 2 മുതൽ ഉള്ളതാണ്. സംഖ്യ 27-ൽ 2, 3, 4, 5, 6 അതായിരിക്കും നമ്മളിവിടെ കാണിക്കുന്നത്. ഇപ്പം നമ്മുടെ ബൈബിളിൽ അതാണ് കാണിക്കുന്നത്. 27-ാം അധ്യായത്തിൻ്റെ 2 മുതലുള്ള വാക്യങ്ങൾ കാണിക്കുന്നുണ്ട്. അതിലൊരു സ്ക്രീൻഷോട്ടുണ്ട്, ഞാനത് വായിക്കാം. സംഖ്യയുടെ പുസ്തകത്തിൽ അധ്യായം 27, 2 മുതലുള്ള തിരുവചനങ്ങൾ. അവർ സമാഗമ കൂടാരവാതിക്കൽ മോശയുടെയും പുരോഹിതൻ എലയാസറിൻ്റെയും ജനപ്രമാണികളുടെയും സമൂഹം മുഴുവൻ്റെയും മുമ്പിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ പിതാവ് മരുഭൂമിയിൽ വെച്ച് മരിച്ചു. അവൻ കോരഹിനോടൊത്ത് കർത്താവിനെതിരായി ഒന്നിച്ചവരുടെ കൂട്ടത്തിൽ ഇല്ലായിരുന്നു. സ്വന്തം പാപം നിമിത്തമാണ് അവൻ മരിച്ചത്. അവന് പുത്രന്മാരില്ലായിരുന്നു. പുത്രനില്ലാത്തതിനാൽ ഞങ്ങളുടെ പിതാവിൻ്റെ നാമം ഇസ്രയേലിൽ നിർമൂലമായി പോകുന്നതെന്തിന്? അവൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ ഞങ്ങൾക്കും അവകാശം നൽകുക. അടുത്തത്, മോശ അവരുടെ കാര്യത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഉണർത്തിച്ചു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, സെലോഫഹാദിൻ്റെ പുത്രിമാർ പറയുന്നത് ശരിയാണ്. അവരുടെ പിതൃ സഹോദരന്മാരുടെ ഇടയിൽ ഒരു ഓഹരി അവർക്കും നൽകണം. അങ്ങനെ അവരുടെ പിതാവിൻ്റെ അവകാശം അവർക്ക് ലഭിക്കട്ടെ. വചനം ഇവിടെ തീർന്നു. കർത്താവ് ഈ വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാം കണ്ട എല്ലാവരോടും നന്ദി പറയുന്നു. നാളെ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ. And this is the end of this program. Shubham, good luck.